ഇടഞ്ഞോടില്ല, മതപ്പാടില്ല, പട്ടയും വെള്ളവും വേണ്ട, വെയിലും ചൂടുമൊന്നും തളർത്തില്ല. അങ്ങനെ നീണ്ടുപോകും ഇരിങ്ങാടപ്പള്ളി രാമൻ എന്ന കൊമ്പന്റെ ഗുണങ്ങൾ. ഇരിങ്ങാലക്കുട കല്ലേറ്റുംകര ഇരിങ്ങാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരു കൂട്ടം ഭക്തർ നടക്കിരുത്തിയ റോബോട്ട് ആനയാണ് ഇരിങ്ങാടപ്പള്ളി രാമൻ. തുമ്പിക്കൈയും ചെവിയും വാലുമൊക്കെ ഇളക്കുന്ന റോബോട്ട് ആന എന്ന ആശയം എത്ര ഉത്സവപ്രേമികൾ ഏറ്റെടുക്കും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. കല്ലേറ്റുംകര ഇരിങ്ങാടപ്പള്ളി ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ റോബോട്ട് ആനയെ ആദ്യമായാണ് പുറത്തൊരു ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് എത്തിക്കുന്നത്. കുന്നംകുളം കാണിയാമ്പൽ ദണ്ഡായുധപാണി ക്ഷേത്രോത്സവത്തിലാണ് റോബോട്ട് ആന തിടമ്പേറ്റിയത്. അടുത്ത സീസണിൽ നടക്കുന്ന റോബോട്ട് ആനയെ കേരളത്തിലെ പൂരപ്പറമ്പുകളിൽ എത്തിക്കും എന്നാണ് ആനയുമായി കുന്നംകുളത്തെത്തിയ ഇരിങ്ങാടപ്പള്ളി ക്ഷേത്രം ഭാരവാഹി കൂടിയായ രാജ്കുമാർ പറയുന്നത്. മനുഷ്യാധ്വാനം കുറയ്ക്കാൻ കണ്ടുപിടിക്കപ്പെട്ട യന്ത്രങ്ങളെ ലോകം ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആസ്വാദനത്തിനും ആ ആസ്വാദനത്തിനിടയിലെ സാഹസികതയ്ക്കും നീക്കുപോക്കുകൾ നടത്താൻ ഉത്സവപ്രേമികളും ആനപ്രേമികളും തയ്യാറാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം. ഇവിടെ കുന്നംകുളത്ത് ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ ആദ്യമായിട്ടുള്ള എഴുന്നള്ളിപ്പ് പുറമെ പോയിട്ട് നടക്കുകയാണ്. ഇതൊരു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ രാമൻ്റെ എഴുന്നള്ളിപ്പിന് ബുക്കിങ്ങുകൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നാളെ ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലുണ്ട്, അടുത്ത ആഴ്ച തിരുവനന്തപുരത്തുണ്ട്. ഒരുപാട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ധൈര്യത്തോടു കൂടി ആനയുടെ അടുത്ത് വന്ന് എഴുന്നള്ളിപ്പ് നടത്താനുള്ളൊരു സാഹചര്യമാണ് ഇതിൽ കൂടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഇന്നത്തെ എഴുന്നള്ളിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള രീതിയിൽ നാട്ടുകാർക്ക് യാതൊരു പേടിയും കൂടാതെയാണ് ഇപ്പോൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഉത്സവപ്പറമ്പുകളിൽ ഉണ്ടാവേണ്ടത്. നമസ്കാരം.